ഹോസ്പിറ്റലിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാഞ്ഞിട്ട് വൈജയന്തിക്കും ബബിതയ്ക്കും വല്ലാത്ത ടെൻഷനുണ്ട് കേട്ടോ. അവരോട് ഇതിനെതിരെ കേസ് കൊടുക്കുന്നതാണല്ലോ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബാലചന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും എന്താകും അവസ്ഥ എന്നാലോചിച്ച് നല്ല പേടിയുണ്ട്. കാരണം രോഹിത്തിൻ്റെ കേസിൽ നിന്നെല്ലാം താൽക്കാലികമായിട്ടൊന്ന് മാറി നിന്നിട്ടേ ഉള്ളൂ. ഇനി തനിക്കും മകൾക്കുമെതിരെ വീണ്ടും ഇങ്ങനെ ഒരു കേസൊക്കെ വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാനോ നിൽക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ടെൻഷനുണ്ട്. അപ്പോൾ ബബിതയും വൈജയന്തിയും അത് പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. അവിടെ മുത്തശ്ശി ഉണ്ടെങ്കിലും മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അലീനയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റാണെന്ന് മാത്രമേ മുത്തശ്ശി അറിഞ്ഞിട്ടുള്ളൂ. ഇതേ സമയം മനുവിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കമല വൈജയന്തിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയന്തി, അങ്ങോട്ട് വരണമെന്നാണ് മനു പറഞ്ഞിരുന്നതേ, അവിടേക്ക് എങ്ങാനും അവൻ വന്നിരുന്നോ ഇന്നലെ രാത്രി? അതോ അവൻ എറണാകുളത്തേക്കാണോ പോയത്? അവനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലയോട് വൈജയന്തി പറയുന്നുണ്ട്, ഓ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ആ സമയത്തേ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ടായി. അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ കമൽ ഇപ്പോഴും ഹരിയെ ജയിലിൽ നിന്നും ഇറക്കിയിട്ടില്ലല്ലോ. ഹരിക്ക് ഇതുവരെ ജാമ്യമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതിൻ്റെയൊക്കെ ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ മനുവിനെയും കൂടി വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാവുമ്പോൾ കമലയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ കമല വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇല്ല, ഒരാളെയാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാവുമ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ എൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് എന്തെങ്കിലും തുമ്മൽ വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കാനും ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കാനും ഒക്കെയാണല്ലോ അവന് തിരക്ക്. അല്ലാതെ അവന് അവൻ്റെ അനിയൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എന്തെങ്കിലും സാമർഥ്യവും തിരക്കുണ്ടോ? അത് കമലയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കമല വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, വലിയ വർത്താനമൊന്നും പറയണ്ട വൈജയ്, നിനക്ക് ഇത്രയും പിടിപാടുള്ള നീയും നിൻ്റെ ഭർത്താവും വിചാരിച്ചിട്ട് നിൻ്റെ മകനെ ഇറക്കിക്കൊണ്ടുവരാനൊന്നും പറ്റിയില്ലല്ലോ. ഈ പറഞ്ഞ വേലക്കാരി ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ അവനെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കമല പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ മകന് അവളെ പിന്നാലെ നടക്കലും അവളുടെ കാര്യങ്ങൾ നോക്കലും ഒക്കെ തന്നെയാണെന്ന് എനിക്കറിയാവുന്നതാണ്. എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പം എന്താ അവൾക്ക് പുതിയ തുമ്മൽ? അത് പിന്നെ ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കമലയിടത്തി എന്തായാലും ഇതൊക്കെ അറിയും മനു വരുമ്പോൾ. പിന്നെ ഞാൻ പറയാതിരിക്കുന്ന കാര്യം എന്താ? അതൊരബദ്ധം പറ്റിയതാണ് എൻ്റെ കമലയിടത്തി. ഞാനിവിടെ ഇവളോട് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. ആ പെണ്ണിനെ വല്ല വിഷം കൊടുത്ത് പേടിപ്പിച്ച് നോക്കാം, അവൾക്ക് എന്തെങ്കിലും മാറ്റം വന്ന് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ പോട്ടെ എന്നൊക്കെ. ഈ പെണ്ണ് അത് കാര്യമാക്കി എടുത്തു. എന്നിട്ടിപ്പോൾ എൻ്റെ തലയിൽ അവളെല്ലാം കൂടി ഇടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നേ? നിങ്ങൾ ആ പെണ്ണിന് പോയിസൺ കലക്കിയെങ്ങാനും കൊടുത്തോ? കൊടുത്തു. അതിൻ്റെ ഇപ്പോൾ ഫലമായിട്ടേ അവൾ ICUവിലാണ്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ വേഗം ഞങ്ങളുടെ തലയിലേക്ക് കുറ്റം വരികയും ചെയ്ത് പ്രതികൾ അവർ എന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ ഇന്നലെ ഇവിടെ കിടന്ന് നന്നായിട്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നു, ഇതിന് പിന്നിൽ കളിച്ചവരൊന്നും വെറുതെ വിടില്ലെന്നും പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു വൈജയ്, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായോ? ഒന്നില്ലെങ്കിൽ ഇത്രയ്ക്കും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയല്ലേ നീ? നിനക്ക് തന്നെ എന്തൊരു മണ്ടത്തരങ്ങളാണ് നീ ഈ കാണിക്കുന്നത്. നിൻ്റെ 3 ഏട്ടന്മാരും കൂടി അവളെ പിടിച്ചു കൊണ്ടുപോയി ഒരു ഗോഡൗണിൽ പൂട്ടിയിട്ടിട്ട് പറഞ്ഞ നേരം കൊണ്ട് അവളെ വന്ന് രക്ഷിച്ച ആളാണ് ബാലചന്ദ്രൻ. ആ ബാലചന്ദ്രൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണോ നീ അവൾക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചത്? അപാര ധൈര്യം തന്നെ വൈജയ് നിനക്ക്. നിൻ്റെ മകനെ ഒന്ന് പുറത്തിറങ്ങിയതല്ലേ ഉള്ളൂ, നിനക്കൊരു പൊടിക്കൊന്ന് അടങ്ങിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കമല വലിയ നല്ല രീതിക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല കമലയിടത്തി എന്നോട് ഒരു വട്ടം പറഞ്ഞിട്ടില്ലേ അവളെ വെട്ടി നുറുക്കി കൊന്നു കളയാൻ തോന്നിയിട്ടുണ്ടെന്ന്? ആ കമലയിടത്തി തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അപ്പോൾ കമല പറയുന്നുണ്ട്, വൈജയ് നീ പറഞ്ഞത് ശരിയാണ്, ഞാനത് പറഞ്ഞിട്ടില്ലെന്നല്ല പറയുന്നത്. അതിനൊക്കെ ഒരു സമയവും കാലവും ഇല്ലേ? ഇതിങ്ങനെ എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? അവളൊന്ന് തലകറങ്ങി വീണപ്പോഴേക്കും അവളെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടായത് കണ്ടില്ലേ?
അതുകൊണ്ട് തന്നെ ഈ പറയുന്നത്. ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ. വല്ല കാര്യം ഉണ്ടായോ ഇപ്പം ഇതിൻ്റെയൊക്കെ? എന്തായാലും ബാലചന്ദ്രൻ കേസ് കൊടുക്കുന്നൊന്നും നീ വിചാരിക്കണ്ട. കേസൊന്നും കൊടുക്കാൻ അയാൾ നിൽക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് ഏടത്തി, ഇത്രയും നേരമായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. എനിക്ക് ഹോസ്പിറ്റലിലെ വിവരം അറിയാഞ്ഞിട്ടൊരു സമാധാനവും ഇല്ല. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് മനുവും ബാലചന്ദ്രനും എൻ്റെ നേരെ നല്ല യുദ്ധമായിരുന്നു. അതിനിടയ്ക്ക് മനുവിന് ഹോസ്പിറ്റലിൽ നിന്നും കോള് വന്നിട്ടാണ് മനു ഇവിടെ നിന്ന് പോയത്. ഇപ്പതേ ഇന്ന് രാവിലെ തന്നെ ബാലചന്ദ്രനും കൃഷ്ണമോളും പോയിട്ടുണ്ട്. എനിക്ക് ആരെയും വിളിച്ച് അവിടുത്തെ വിവരങ്ങളൊന്നും അന്വേഷിക്കാനുള്ള ധൈര്യമില്ല. ആരെ വിളിച്ചാലും എന്നോടിപ്പോൾ അവരുള്ള സത്യമൊന്നും പറയാനും പോകുന്നില്ല. കമലേടത്തി എന്നെ ഒന്ന് സഹായിക്കുമോ? ഒന്ന് വിളിച്ചു നോക്കുമോ മനുവിനെ? വൈജയ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലെന്ന്. അതറിയാനല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ വൈജയ്, ബാലചന്ദ്രനെ വിളിക്കാനൊന്നും നീ ദൈവത്തെ ഓർത്ത് എന്നോട് പറയരുത്. ബാലചന്ദ്രൻ എന്നെ കാണുന്നത് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പോലെയാണ്. ഞാൻ വിളിച്ചാൽ പോലും ബാലചന്ദ്രൻ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ എനിക്കറിഞ്ഞൂടെ, ഏടത്തി പറഞ്ഞിട്ട് വേണോ? വൈജയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ലെങ്കിലേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ? എല്ലാ ഏടത്തിക്ക് എന്താ ഇപ്പം അവളോട് വല്ലാത്തൊരു സിമ്പതി? സംസാരത്തിലും ഞാനത് ശ്രദ്ധിച്ചല്ലോ. വൈജയ്, ഇവിടെ നിനക്കറിയാലോ, ശിവേട്ടനും മനു ഒക്കെ ഇത്രയും തലകുത്തി മറിഞ്ഞിട്ടും ഹരിയെ ഒന്ന് കാണാൻ പോലും ഇതുവരെ നമുക്ക് അനുവാദം കിട്ടിയിട്ടില്ല. എനിക്കൊരു സമാധാനവും ഇല്ല വൈജയ്. ഇനി ഈ അലീന വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നും കൂടി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മനു ആണെങ്കിൽ അവനെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് മനു നടക്കുന്നത്. ശിവേട്ടൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശിവേട്ടൻ ഈ മനു തളർത്തിക്കൊണ്ടിരിക്കുക. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, അവരെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ ഇനിയുള്ള പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, മനു പറഞ്ഞതിലും കാര്യമുണ്ട് ഏടത്തി. ഏടത്തിക്ക് ഇപ്പം എല്ലാം മനസ്സിലായതാണല്ലോ, ഹരിയാണ് മറ്റുള്ളവരെയൊക്കെ കൂട്ടി ഈ കേസിൽ കൊണ്ടുപോയി പെടുത്തിയതെന്ന്. പിന്നിനിപ്പോൾ അലീന അവന് വേണ്ടി എന്ത് ചെയ്യുന്ന? പിന്നെ ഏടത്തി പറയുന്ന പോലെ അലീന പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ മോൻ രോഹിത്ത് ഇറങ്ങിപ്പോകുന്നത്. അവനൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ആ സമയത്ത് അവൻ ഇവിടെ വീട്ടിലായിരുന്നു. ആ കുട്ടിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ മോൻ അതിലുണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ വൈജയനോട് കമല പറയുന്നുണ്ട്, അതൊക്കെ തെളിയിക്കാൻ ഈ അലീന തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നിങ്ങളുടെ വക്കീലിനെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ വലിയ വർത്താനൊന്നും പറയണ്ട. ഇതിനൊക്കെ രോഹിത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരാളെങ്കിൽ ഒരാളെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മിണ്ടാതെ നിന്നതാണ്. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എൻ്റെ അല്ലേ ആവശ്യം. നീ എന്തായാലും ഫോൺ വെച്ചോ, പോയിട്ട് അവസ്ഥകൾ അറിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കമല കോള് കട്ട് ചെയ്യാണ്. കമല പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ മനുവിനെ ഒന്നും വിളിച്ച് നോക്കാൻ നിൽക്കുന്നില്ല. റെഡി ആയിട്ട് അലീനയുടെ അടുത്തേക്ക് പോവുകയാണ്. കമല ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ബാലചന്ദ്രനെയും മനുവിനെയും ഒക്കെ ഒരുമിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല ഉള്ളിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും മനുവിനോട് അതൊന്നും കാണിക്കുന്നില്ല. കമല വലിയ കാര്യത്തിൽ ചെന്നിട്ട് മനുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമോളോടും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞത്, അമ്മ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അറിഞ്ഞടാ എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ആരാ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്, മര്യാദക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ, നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ വൈജിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വൈജിയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെല്ലാം കൂടി കേട്ടപ്പോൾ വിഷമം തോന്നിയടാ. ആരിക്ക്? അമ്മയ്ക്കോ? ആരോട്? അലീനയോടോ? അത് കൊള്ളാം, ഇതുവരെ അമ്മയ്ക്ക് കേട്ടിട്ടില്ലാത്തൊരു വികാരം തന്നെ എന്ന് പറഞ്ഞ് മനു കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ തീരെ ഇഷ്ടമല്ലല്ലോ കമലയുടെ സ്വഭാവമൊന്നും. അപ്പോൾ കമലേനെ കാണുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നോ ഒന്നും നോക്കുന്ന പോലും ഇല്ല കേട്ടോ.
അപ്പോൾ ഇതേ സമയത്ത് തന്നെ അലീന രേവതിക്കുട്ടിയോടും മാമച്ചൻ അങ്കിളിനോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ മാമച്ചായനും ഗ്രേസ് ആൻറ്റിയും ഒക്കെ അവളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതെ നമുക്ക് നോക്കാം മോളെ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. രേവതിക്കുട്ടി അപ്പോൾ ഒരേന്നിങ്ങനെ പറഞ്ഞ് എണ്ണിപ്പറക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിനോട് ഞാൻ ഇന്ന് തുടങ്ങി പറഞ്ഞതാണ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട്, ഞങ്ങളെല്ലാവരും വിളിച്ചതല്ലേ ചേച്ചിനെ, ഇനിയും ചേച്ചി എന്ത് ധൈര്യത്തിന് അങ്ങോട്ട് തന്നെ പോകാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ഒന്ന് കരയാതിരിക്കടി, നീ എപ്പോൾ തുടങ്ങിയതാണ്, നീ കണ്ടില്ലേ ഞാൻ ഓക്കെയാണ്, അത് ചേച്ചിക്ക് അറിയാലോ, നമ്മുടെ ബ്രിജിതാമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ചേച്ചി ഓരോ പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എപ്പോഴാണ് ഇനി ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുകയെന്ന് ചേച്ചി ഒന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാണ്ടായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ മാമച്ചായനൊക്കെ രേവതിക്കുട്ടിയെയും അലീനയെയും സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കമല റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ കമലയെ കാണുമ്പോൾ തന്നെ രേവതിക്കുട്ടിക്ക് അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. കാരണം രേവതിക്കുട്ടിക്ക് അറിയാമല്ലോ കമല അലീനയോട് കാണിച്ചിരുന്നതും കമല അലീനയോട് പറഞ്ഞിരുന്ന ഓരോ കുത്തുവാക്കുകളെല്ലാം. അപ്പോൾ രേവതിക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ പതുക്കെ ചെന്നിട്ട് പറയുന്നുണ്ട്, ആ കരിയുടെ അമ്മയാണിതെന്ന് ഗ്രേസ് അമ്മാൻ്റിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പതുക്കെയാണ് കേട്ടോ, പരിചയപ്പെടുത്തിയല്ല, അവർ കേൾക്കാതെ തന്നെ. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞ് തന്നെ ഗ്രേസ് അമ്മയ്ക്ക് കമലയെയും അറിയാമല്ലോ. അപ്പോൾ കമലയെ കാണുമ്പോൾ തന്നെ ഗ്രേസ് അമ്മ ഓ ഇതാണല്ലേ എന്ന് അവരും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ വന്നിട്ട് അലീനയോട് മോളെ ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത അതിശയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇവരെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കേട്ടപ്പോൾ, അതാ ഞാൻ പെട്ടെന്ന് വന്നത് എന്നൊക്കെ ഇങ്ങനെ വളരെ നാടകീയമായിട്ട് തന്നെ ഇവളെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ അലീനയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറയുകയാണ്. എനിക്കറിയാം, ഞാൻ അപ്പുറത്ത് അവരോട് ചോദിച്ചിട്ടാണ് വന്നത്, എങ്കിലും നിന്നെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമലയുടെ ആ ഭാവമൊക്കെ കണ്ടിട്ട് അലീന രേവതിക്കുട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കമല അവരോട് പറയുകയാണ്, രേവതിക്കുട്ടിയോടും ഗ്രേസമ്മയോടും പറയുന്നുണ്ട്, എനിക്ക് അലീനയോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ മാമച്ചായൻ വായോ ഗ്രേസമ്മേ നമുക്ക് പുറത്തേക്ക് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയെയും പിടിച്ച് അവർ മൂന്നാളും കൂടി റൂമിന് പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവളെൻ്റെ അനിയത്തിയാണ്, അവൾ കേൾക്കാത്തതായിട്ടും അവൾ അറിയാത്തതായിട്ടും എനിക്കൊന്നുമില്ല, അവരെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്, അവരെ സംബന്ധിച്ച് ഞങ്ങൾ പുറത്തെ ആൾക്കാരല്ലേ മോളെ, അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ പുറത്തുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അവർ മൂന്നാളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കമല അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ എന്നോട് ക്ഷമിക്കണം, നിന്നോട് ഞാൻ എല്ലാവരും ഒപ്പം നിന്ന് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണ് ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നത്. ഞാനൊന്ന് ഉറങ്ങിയിട്ടോ സമാധാനമായി എന്തെങ്കിലും കഴിച്ചിട്ടോ എത്രയോ ദിവസങ്ങളായെന്ന് നിനക്കറിയാലോ, നീ അവിടെ വൈജയുടെയും ബാലചന്ദ്രൻ്റെയും അവസ്ഥയൊക്കെ എന്താണെന്ന് നീ നല്ല പോലെ കണ്ട് മനസ്സിലാക്കിയ ആളല്ലേ, അപ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ എനിക്കും. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശിവേട്ടന് പോലും നാട്ടിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നെ സമാധാനിപ്പിക്കാൻ എനിക്കൊരാൾ പോലുമില്ല. മനു പോലും എപ്പോഴും എന്നെ കുറ്റം പറയുന്നതല്ലാതെ അവൻ എന്നെ സമാധാനിപ്പിക്കുന്നില്ല. അവൻ പറയുന്നത് ഞാൻ കൂട്ട് നിന്നിട്ടാണ് ഹരി ഇങ്ങനെയൊക്കെ ആയതെന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അല്ലാതെ ഇന്നോ നാളെയോ അവൻ ഇറങ്ങുമെന്നോ അല്ലെങ്കിൽ അവനെ ഇറക്കാമെന്നോ ഒന്നും പറയുന്നില്ല മനു. എനിക്കൊരാളില്ല മോളെ, എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ നിനക്ക് എന്ന് അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത അതിശയത്തോടു കൂടി ഇങ്ങനെ കമലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അലീന ചിന്തിക്കുകയാണ്, ഇന്നലെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ICUവിലിട്ടിട്ട് എന്നെ കാണാൻ വന്ന ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്, അവരെ ഞാൻ സഹായിക്കുമെന്ന്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത ചിരിയാണ് വരുന്നത്. അപ്പോൾ അലീന ഒരു പുച്ഛമായ ഒരു ചിരിയോടുകൂടി കമലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്,
എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ഇവിടെ ഈ ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കമല ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്, നിനക്കറിയാലോ ഇത്രയും ദിവസമായിട്ട് എനിക്ക് എൻ്റെ മോൻ ഹരിയെ ഒന്ന് പോയി കാണാൻ പോലും സാധിച്ചിട്ടില്ല. അവർ സമ്മതിക്കുന്നില്ല ഹരിയെ കാണിക്കാൻ. എനിക്ക് അവനോടൊന്ന് മിണ്ടിയാൽ മതി. അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കി അവനൊന്ന് ഇറക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത അതിശയം തോന്നുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന ബോധം നിങ്ങൾക്കുണ്ടോ? ഞാൻ അതിനെങ്ങനെ സഹായിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നീ രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ? അത്രയും ഗംഭീരമായിട്ടുള്ള വക്കീലന്മാരെ നമ്മൾ വെച്ചിട്ട് പോലും ആ വക്കീലന്മാർക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നീ കണ്ടെത്തി. നീ അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്തത് കൊണ്ടല്ലേ രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നത്. അതേപോലെ എൻ്റെ ഹരിയെയും കൂടി നിനക്കൊന്ന് സഹായിച്ചൂടെ? ഇത് കേട്ട് ഡോറ് തുറന്ന് വരുന്ന മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, കൊള്ളാം, അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അമ്മ തന്നെയാണോ ഇത്? അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടിയതെന്നേ ഞാൻ പുറത്ത് നിന്ന് കേൾക്കായിരുന്നു. അമ്മയുടെ വരവ് നിസ്സാര വരവല്ലാന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. കാരണം എന്തെങ്കിലും കാര്യം നടത്താനല്ലാതെ എൻ്റെ അമ്മ ആരെ മുമ്പിലും താഴില്ലല്ലോ. അമ്മയുടെ ഈ വരവിൽ എനിക്ക് ആ പന്തികേട് അപ്പോഴേ തോന്നിയിരുന്നു. കൊള്ളാം. എന്തായാലും എന്നെ സഹായിക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേടാ. നീ നിൻ്റെ കാര്യത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു വഴിയിലൂടെ ഞാനും ഒന്ന് പോയി നോക്കിയെന്നേ ഉള്ളൂ എൻ്റെ മകനെ രക്ഷിക്കാൻ. അതിനിത്ര വലിയ വർത്താനമൊന്നും നീ പറയേണ്ട കാര്യമില്ല. അതൊരു പക്ഷേ നിനക്കാണെങ്കിലും ഞാൻ പോയിരിക്കും ആരെയാണ് കാണണ്ടേന്ന് വെച്ചാൽ. അതെന്തായാലും അമ്മയ്ക്ക് വേണ്ടി വരില്ല. അമ്മയുടെ മോൻ്റെ ഹരിയുടെ പോലെ ഓരോരുത്തരെ ഞാനൊന്നും പറയുന്നില്ല. ഒരു ഹോസ്പിറ്റലായിപ്പോയി, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മനു തിരിഞ്ഞ് നിൽക്കുകയാണ്. വീണ്ടും കമല അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനയോട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, നിന്നെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ഏതോ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നും ഏതോ DYSP ഒക്കെയാണ് നിന്നെ സഹായിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ നിനക്ക് അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അലീനയും മനുവും ഒരുമിച്ചെന്ന പോലെ പറയുകയാണ് കേട്ടോ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അപ്പോൾ അലീന മറുപടി കൊടുക്കുന്നത് കേട്ടിട്ട് മനു മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ നിൽക്കുന്ന മാമച്ചായൻ്റെയും ഗ്രേസമ്മാൻ്റെയും റിലേറ്റീവ്സാണ് നിങ്ങൾ ഈ പറഞ്ഞ DYSP. അവരാണ് ഇവരെ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന എന്നെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് അവരെ എന്നെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് അവരെ കൂടെ നിന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ തെറ്റുകളും കാണിച്ചു കൂട്ടിയിട്ട് വെറുതെ ഇറക്കിക്കൊണ്ട് വരാനൊക്കെ അവർ കൂട്ടു നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ നിൽക്കുന്നതേ വെറുമൊരു മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അതിൻ്റേതായ എല്ലാ സത്യസന്ധതയും അദ്ദേഹത്തിനുണ്ട്. ആ മനുഷ്യനോടാണോ ഞാൻ പറയേണ്ടത് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി, അതും സ്നേഹിച്ച് തൻ്റേതാണെന്ന് വിശ്വസിപ്പിച്ച് പിച്ചി ചീന്തിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാതെ അല്ലെങ്കിൽ അവളുടെ മുഖം കാണാതെ അവളെ ആ അവസ്ഥയിലാക്കിയവനെ ഇറക്കിക്കൊണ്ടുവരണമെന്നോ? അങ്ങനെയാണോ ഞാൻ പറയേണ്ടത്? അല്ലെങ്കിൽ തന്നെ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ശരണ്യയെ കാണിക്കുന്നത്? എൻ്റെ അവസ്ഥ അവർക്കൊക്കെ അറിയുന്നതല്ലേ. അന്ന് നിങ്ങൾ എന്നെയല്ലേ കുറ്റം പറഞ്ഞിരുന്നത്? ഇത്രയൊക്കെ അലീന ഇമോഷണലായിട്ട് പറയുന്നത് കേട്ടിട്ട് മനുവിനെ തന്നെ സങ്കടം വന്നിട്ട് അലീനയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മനു. നിങ്ങൾക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അത് മനസ്സിലായിട്ടും നിങ്ങൾ മനസ്സിലാവാത്ത പോലെ നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ രോഹിത്ത് ഈ സംഭവത്തിൽ പെട്ടിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കുട്ടി അവനൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ തെളിവുകളെല്ലാം പോലീസുകാർ മാറ്റി വെച്ചിട്ടാണ് അവർ കളിച്ചത്. അതൊക്കെ പുറത്ത് ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. അതിനെനിക്ക് നിന്നത് എന്നെ വിശ്വസിക്കുന്നവരാണ്. ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് അവരാരും എൻ്റെ കൂടെ നിൽക്കില്ല. ഞാൻ പോലും നിൽക്കില്ല. അത് വീണ്ടും വീണ്ടും എന്നോട് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി മാറും. അന്ന് ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ശരണ്യയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു.
പിന്നെ നിങ്ങൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലേ മനുവേട്ടൻ പറഞ്ഞൂന്ന്, നിങ്ങൾ ശരിയായ രീതിയിൽ ഹരിയെ വളർത്തിയില്ലാന്ന്. അത് സത്യമാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതൊരു തെറ്റല്ലെന്ന് കാണിച്ച് അവനെ നിങ്ങൾ വഷളാക്കി എടുക്കുകയായിരുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഇനിയെങ്കിലും അതെല്ലാം മനസ്സിലാക്കി അവനെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേ. അത് അവന് ആ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണെങ്കിൽ അങ്ങനെ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അലീന മിണ്ടാതെ കിടക്കുകയാണ്. അപ്പോൾ മനു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സമാധാനമായല്ലോ, കിട്ടേണ്ട ഉത്തരം കിട്ടിയല്ലോ, ഇനി പോകാൻ ഞാനോ അവളോ പറയണോ എന്ന് ചോദിക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് കമല അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. കമല ഡോറ് തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവും. കമലയ്ക്ക് അപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ കമലയോട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ആൻറ്റി, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ വന്ന കാര്യം നടന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, ചേച്ചിയുടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റിയല്ലോ. നാണം കെട്ട പോലെ തലയും താഴ്ത്തി പോകുന്ന പോക്കിലാണ് ബാലചന്ദ്രനെ കാണുന്നത്. ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ വല്ലാത്ത പുച്ഛത്തോടു കൂടി ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അലീനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മാൻ്റെയും മാമച്ചനും കൂടി വരുന്നുണ്ട്. അലീനയോട് രേവതിക്കുട്ടി പോയിട്ട് പിന്നെ വരാം, ചേച്ചിയെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരാം, ചേച്ചിയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങോട്ട്, ചേച്ചി കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും തീരുമാനിക്കുന്നുള്ളൂ എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ ഗൗരവമുള്ള സംസാരമൊക്കെ കേട്ടിട്ട് അലീന ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതേ ചിരിക്കാനൊന്നും വേണ്ടി പറഞ്ഞതല്ല, കാര്യത്തിൽ തന്നെ പറഞ്ഞതാ, ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്നൊക്കെ അവൾ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മാൻ്റി പറയുന്നുണ്ട്, മോളെ അവൾ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ അവൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, മോളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്, നീ ഓക്കെ ആയി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് അലീനയുടെ അടുത്തിരിക്കുന്നുണ്ട്. അലീനയുടെ തലയൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ, പക്ഷേ ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്കങ്ങനെ ഒരു വിശപ്പോ ദാഹമോ ഒന്നും തോന്നുന്നില്ല. എങ്ങനെയാടി നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇത്രയ്ക്കൊക്കെ ദുഷ്ട മനസ്സാണോ നമ്മുടെ അമ്മയുടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും ആലോചിക്കേണ്ട ചേച്ചി, അമ്മയ്ക്ക് ചേച്ചി മകളാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പറ്റിപ്പോണതല്ലേ, ചേച്ചി മനസ്സിലൊന്നും വെക്കരുതിട്ടാ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ ഒരമ്മയ്ക്കും ഒരു മക്കളെയും അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റില്ല, അത് അവർ സ്വന്തം പ്രസവിച്ചതാണെങ്കിലും അല്ലെങ്കിലും അതാണ് അമ്മമാർ. എനിക്ക് അതിശയം തോന്നുകയാണ് അവരൊരമ്മയാണോ എന്ന്. ചേച്ചി എന്തിനാണ് അമ്മയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത്? ചേച്ചിക്ക് നമ്മുടെ അച്ഛനില്ലേ, ചേച്ചി എന്ത് ഇഷ്ടമാണെന്നറിയോ അച്ഛന്? അച്ഛൻ പറയുന്നതേ അച്ഛന് ചേച്ചി മാത്രം മകളായിട്ട് മതിയായിരുന്നെന്നാ, അതറിയോ ചേച്ചിക്ക്? അപ്പോൾ അലീന ഒരു പുഞ്ചിരിയോട് കൂടി പറയാണ് കേട്ടോ, അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഈ തങ്കക്കൂടത്തിന് എനിക്ക് അനിയത്തിയായിട്ട് കിട്ടുമായിരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ അലീനയോട് വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുകയാണ് കേട്ടോ, അപ്പോൾ ചേച്ചിക്ക് എന്നെയാണോ രേവതി ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം? അമ്പടി കള്ളി, നീ ആൾ കൊള്ളാലോ, നിങ്ങൾ രണ്ടാളും എനിക്കൊരുപോലെയാണ്. അവളെ എൻ്റെ കയ്യിൽ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി കിട്ടിയതാ, ഞാനാ അവളെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതും അവൾക്ക് ഭക്ഷണം കൊടുത്തതും അവളെ കുളിപ്പിച്ചതും സ്കൂളിൽ പറഞ്ഞയച്ചതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണമോൾ പറയുക, അയ്യോ കേട്ടിട്ട് എനിക്ക് കുശുമ്പ് തോന്നുകയാണ്. ഇത് കേട്ടിട്ട് മനു തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്ത് കേട്ടിട്ടാണാവോ ഇത്ര കുശുമ്പ് തോന്നുന്നത്? അല്ല മനുവേട്ടാ, ചേച്ചിയെ ആ രേവതി ചേച്ചിയെ കൊണ്ട് നടന്ന പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചേച്ചി ഇങ്ങനെ ഭയങ്കര വികാരഭരിതയായിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു കുശുമ്പ് തോന്നി, കാരണം ആ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ചിട്ട്. ആ മതി, അതെ അച്ഛൻ അവിടെ പോകാൻ നിൽക്കുന്നുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരും അലീനയോട് യാത്ര പറയാനായിട്ട്.
അച്ഛന് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം, അച്ഛന് ഷോപ്പൊക്കെ തുറക്കണം, അച്ഛൻ ഇന്നു മുതൽ ഷോപ്പ് തുറക്കുകയാണ്, ഷോപ്പിൽ പോവാണ്, അലീനയെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾ അച്ഛൻ്റെ കൂടെ പോയിട്ട് സ്കൂളിലൊക്കെ പോകാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അയ്യോ, അതിന് ഞാൻ ഇന്ന് തുടങ്ങി പോകുന്നില്ല, ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോളാം. കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട്, മോളെ നീ ക്ലാസ് ഒന്നും കട്ട് ചെയ്യരുത്, നീ ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പോര്, എന്തായാലും അച്ഛനും ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ നീ ഇങ്ങോട്ട് പോരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ബാലചന്ദ്രൻ വരുന്നുണ്ട്. അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോളപ്പം തന്നെ അച്ഛനെ വിളിക്കണം, പിന്നെ മനു ഇന്ന് ലീവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛൻ പോകുന്നത്, മനു കൂടെ ഉണ്ടാവും, അതുപോരെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് വേണ്ടി ഇനിയും സമയമൊന്നും കളയരുത്, അച്ഛൻ പോയി ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യും. മനുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ബാലചന്ദ്രനും കൃഷ്ണമോളും പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ബാലചന്ദ്രൻ മനുവിനോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം ഒരു 2-3 ദിവസം മാറി നിൽക്കണമെന്നും രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് തന്നെ മാറ്റി നിർത്താനാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രനും മനുവും മാമച്ചായനും കൂടി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് പറഞ്ഞ് അവളെ മനസ്സിലാക്കണമെന്നാണ് മനുവിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പോയതിന് ശേഷം മനു അലീനയോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത്, നിന്നോട് അത് പറയാനായിട്ട് എന്നെ നിൻ്റെ അച്ഛൻ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെന്താ മനുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ഇപ്പോൾ തൽക്കാലം നീ പോകണ്ട, പിന്നെ അത് നമ്മുടെ രേവതിക്കുട്ടി ഇല്ലേ, അവളുടെ കൂടെ പോയി 2-3 ദിവസം നീ നിൽക്കണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് നിൻ്റെ അച്ഛൻ, അതിന് നീയും കൂടി സമ്മതിക്കണം, അച്ഛനെ നീ വിഷമിപ്പിക്കരുത് അലീന, അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, നീയും കൂടി ആകെ ടെൻഷൻ അടിപ്പിച്ചാൽ അങ്കിൾ ആകെ വീണു പോകും, നിനക്കറിയാലോ അങ്കിളിൻ്റെ അവസ്ഥ. അപ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഞാനായിട്ട് അച്ഛന് ഒരു വിഷമവും ഉണ്ടാക്കില്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അതേപോലെ അനുസരിച്ചിരിക്കും, അതിവിടെ നിന്ന് പോവാൻ പറഞ്ഞാലും വേറെ എവിടേക്കെങ്കിലും മാറി ജീവിതകാലം മുഴുവൻ താമസിക്കണമെന്ന് പറഞ്ഞാലും അച്ഛന് വേണ്ടിയിട്ടല്ലേ മനുവേട്ടാ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, മനുവേട്ടൻ എന്നെ വിശ്വസിക്കണം, ഞാൻ ഒരിക്കലും അച്ഛനെ വിഷമിപ്പിക്കില്ല. മനുവും ബാലചന്ദ്രനും മാമച്ചായനും കൂടി തീരുമാനം എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസം അലീനയെ മാമച്ചായൻ്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്നും അതിനിടയിൽ അലീനയുടെ അച്ഛനെ കണ്ടെത്തി അലീനയെ ഏൽപ്പിക്കാമെന്നുമാണ് കേട്ടോ. അങ്ങനെ ഒരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.